മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ സാധ്യത. കെ.എസ്.ആർ.ടി.സിയിൽ നിന്നും പിരിച്ചുവിടാനും ആലോചനയുണ്ട്. സംഭവ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിംഗിനിടെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാണിച്ച് കെ.എസ്.ആർ.ടി.സിക്ക് റിപ്പോർട്ട് നൽകും. മോട്ടോർ വാഹന വകുപ്പിനും നൽകും. ഇതോടെ ജോലിയും ലൈസൻസും യദുവിന് നഷ്ടമാകാനും സാധ്യതയുണ്ട്. മേയർക്കെതിരെ നിരന്തരം പ്രതികരിക്കുന്ന യദുവിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് തീരുമാനം. തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബസ്സിലെ CCTV ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം. എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകാമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും യദു പ്രതികരിച്ചു. 1 മണിക്കൂർ ഫോണിൽ സംസാരിച്ചുവെന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് യദുവും ചോദിക്കുന്നു. താൽക്കാലിക ഡ്രൈവറായ യദുവിനെ കെ.എസ്.ആർ.ടി.സിക്ക് അനായാസം പിരിച്ചുവിടാം. നടിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തേക്കും. ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷേ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാകാറുള്ളതെന്നും യദു പറയുന്നു. സുഖമില്ലാത്ത അമ്മയും കുട്ടിയുമൊക്കെയാണ് വീട്ടിലുള്ളത്. നടപടി വരുമ്പോൾ അപ്പോൾ നോക്കുമെന്നും യദു കൂട്ടിച്ചേർത്തു. മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിനും യദു മറുപടി നൽകി. കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ്. അങ്ങനെയാകുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാകും. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും യദു പ്രതികരിച്ചു. ഇതിനിടെ കെ.എസ്.ആർ.ടി.സി ബസ് തടഞ്ഞ സംഭവത്തിൽ മേയർക്കും MLAയ്ക്കുമെതിരെ കന്റോൺമെന്റ് പോലീസ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേസെടുത്തിരുന്നു. കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞ സംഭവത്തിൽ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലാണ് കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി പരിശോധിച്ച് നടപടിയെടുക്കാൻ കന്റോൺമെന്റ് പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഗതാഗത നിയമലംഘനത്തിന്റെ പേരിൽ യദുവിനെതിരെയും നടപടി വരുന്നത്. അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ DYFI പ്രവർത്തകനും ബസ് കണ്ടക്ടറുമായ സുബിനെ സംശയമുണ്ടെന്ന് യദു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കണ്ടക്ടറും MLAയും അടക്കം ഗൂഢാലോചന നടത്തിയോ എന്ന് സംശയിക്കുന്നു. സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻ സീറ്റിലാണ് ഇരുന്നത്. സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ്. MLA വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തെന്നും യദു ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ഫോണിൽ യദു സംസാരിച്ചു എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ യദുവിനെ പൂട്ടാനുള്ള ഒരു നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് എന്ന് വ്യക്തമാണ്. അതായത് തൃശ്ശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ബസ്സിലെ CCTV ദൃശ്യം കാണാതായതിനു പിന്നിലും ഇത്തരത്തിൽ യദു തന്നെ ആണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഇവർ.